Welcome to Fira Basmati Rice Biryani Queen powered by Willy White Toothpaste. അങ്ങനെ പായസറാണി മത്സരത്തിന് ശേഷം കൈരളി ഒരുക്കുന്നു മറ്റൊരു മത്സരം. അത് ബിരിയാണി ക്വീൻ മത്സരമാണ്. ബിരിയാണികൾ ഇഷ്ടപ്പെടാത്തൊരു മലയാളിയുണ്ടോ? പലതരം, ഇപ്പോൾ നോൺ വെജ് ആണെങ്കിലും വെജിറ്റേറിയൻ ആണെങ്കിലും ബിരിയാണി പല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് ആസ്വദിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ തനതായ രീതികൾ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ നോക്കിയാലും ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. ഇതിൻ്റെ ഒറിജിനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ പേർഷ്യയിൽ നിന്നും വന്നതാണെന്ന് പറയാം. എങ്കിലും ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മുടെ പണ്ട് തൊട്ടുള്ള പാരമ്പര്യമായിട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന പല പല ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു സ്ഥാനമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബിരിയാണി ക്വീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നല്ല ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കുള്ള സമ്മാനമാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങാൻ പോകുന്നില്ല, കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല. ഈ ഒരു ബിരിയാണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു പക്ഷേ ലോകമെമ്പാടുമുള്ള രീതിയിലുള്ള ബിരിയാണികൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് കേരളത്തിൻ്റെ നാനാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് ഇത് പായസറാണി മത്സരത്തിന് വന്ന പോലെ തന്നെ ബിരിയാണി ക്വീൻ ആകാനായിട്ട് ഒരുപാട് ആൾക്കാർ മത്സരിക്കുകയാണ്. അപ്പോൾ വ്യത്യസ്തമായ രുചികളിൽ നമ്മളുടെ ഈ ഒരു ബിരിയാണി ക്വീൻ മത്സരത്തിനായി പങ്കെടുക്കാനെത്തിയിരിക്കുന്ന എല്ലാവരുടെയും വ്യത്യസ്തമായ ബിരിയാണി മേക്കിംഗ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ്. എന്നോടൊപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, ആസ് യൂഷ്വൽ എന്നോടൊപ്പം പ്രധാനപ്പെട്ട ഒരാളും കൂടിയുണ്ട്. കൃഷ്ണയാണ്. ഹലോ. ഹലോ ചേച്ചി. പായസറാണി കഴിഞ്ഞു, അടുത്ത ബിരിയാണി. ഓക്കെ ചേച്ചി, പായസറാണി ഭയങ്കര ടഫായ ഒരു സാധനമായിരുന്നു. അതെ അതെ അതെ. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്തു. എല്ലാവരും വെയിറ്റ് ചെയ്യാണ് അടുത്ത കോമ്പറ്റീഷൻ എന്താണ്. ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ എല്ലാവരുടെയും സന്തോഷത്തിനും അവർ പറഞ്ഞതനുസരിച്ച്. ബിരിയാണി എന്ന് പറഞ്ഞ ചേച്ചി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചെടുത്തതാണോ അത് ഡിഫറെന്റ് ആക്കി എടുത്തതാണോ? അല്ല, ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണല്ലോ. അപ്പോൾ നമ്മളൊരു കോമൺ ആയിട്ട് ഇപ്പോൾ പായസം ഫെസ്റ്റിവിറ്റി ഉള്ള സമയത്താണ്. ഈവൻ ബിരിയാണി ഈസ് ലൈക്ക് റംസാനും അതുപോലെ ബക്രീദൊക്കെ വരുന്നത് മാത്രമല്ല, അല്ലാണ്ടും ഒരു വീട്ടിലൊരു വിശേഷം ഉണ്ടെങ്കിലും ബിരിയാണി ഒരു ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ബിരിയാണി ക്വീൻ മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മളൊരു ക്രീമിനെയാണ് വെച്ചിരിക്കുന്നത്. 24 contestants ഇപ്രാവശ്യം. അപ്പോൾ ഏറ്റവും നല്ല ആൾക്കാരാണ് വന്നിരിക്കുന്നത്. തലശ്ശേരി, കണ്ണൂർ, കാസർഗോഡ്, ഇങ്ങനെ എന്താ പറയുക, നോർത്ത് കേരളയിൽ നിന്നാണ് ഫ്ലേവറിന്റെ ഒരു താളം. ഓ യെസ് യെസ്. നമ്മൾക്ക് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് ഒരു വഴിക്കാവാം. അടിപൊളിയാണ്. നമുക്ക് ആ മത്സരാർത്ഥികളെ വിളിച്ചാലോ? ആഘോഷം. ഓക്കെ, ആഘോഷം. എല്ലാവരെയും വിളിക്കാം. പ്ലീസ് കം. അങ്ങനെ ബിരിയാണി ക്വീൻ മത്സരത്തിനുള്ള എല്ലാ മത്സരാർത്ഥികളും എത്തിക്കഴിഞ്ഞു. എങ്ങനെയുണ്ട് കൃഷ്ണ? ഭയങ്കര കളർഫുൾ ആയിരിക്കും. വെരി കളർഫുൾ. ഓ, കുറേ സുന്ദരിമാരെ കാണുന്നു. അടിപൊളി. നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നല്ല വെൽ പ്രിപ്പയർഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? കോൺഫിഡൻറ്റ്? യെസ്. അപ്പോൾ 24 contestants നിങ്ങൾ ടോട്ടലായിട്ട്. ഇനി നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മൾ ലോട്ടിട്ടായിരിക്കും ഗ്രൂപ്പ് തിരിക്കുന്നത്. കാര്യം അതിലൊരു നമുക്കതൊരു ട്രാൻസ്പെറൻ്റ് ആവണം എന്നുണ്ട്. അത് കാരണം നമ്മളങ്ങനെ പ്ലാൻഡ് അല്ല. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ആരൊക്കെയാണ് പെയർ ചെയ്ത് വരുന്നത്. അപ്പോൾ അതായത് ഓരോ റൗണ്ടിലും 4 contestants. ഓക്കെ. അങ്ങനെ ആദ്യത്തെ പ്രിലിമിനറി റൗണ്ട് എന്ന് പറയുമ്പോൾ 4 പേര് ഉൾക്കൊള്ളുന്ന 6 ഗ്രൂപ്പ് ഉണ്ടാകും. 4 in 1 group. യെസ്, 4 people in 1 group. അതായിരിക്കും. അപ്പോൾ ഈ 4 പേര് തമ്മിലാണ് മത്സരം ഓരോ റൗണ്ടിലും. ഈ 4 പേരിൽ നിന്നും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 2 പേരെ നമ്മൾ
അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യുന്നു. എല്ലാവരും ബെസ്റ്റാണ്. എല്ലാവരും ബെസ്റ്റാണ്. കോമ്പറ്റീഷൻ 4 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് എന്നല്ല, ആ ബിരിയാണിയുടെ ഇതിൽ ഇപ്പോൾ 4 ബിരിയാണിയിൽ അത് ജഡ്ജസ് ഡിസിഷൻ ഫൈനലായിരിക്കും. ഞങ്ങൾ രണ്ടാളും തീരുമാനിക്കുന്നു. ഓക്കെ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ഏത് ബിരിയാണിയാണോ അതുണ്ടാക്കിയ 2 ആൾക്കാരായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് പോകണം. ഇതിലും ഞങ്ങൾ വളരെ ഇമ്പാർഷ്യലായിരിക്കും. ഞങ്ങളുടെ ടേസ്റ്റ് ബഡ്സിനനുസരിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യുന്ന മോശമായിട്ടായിരിക്കില്ല. ഞങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അത് നല്ലതാണെന്ന് തോന്നുമ്പോൾ നമ്മൾ പറയും ഓക്കെ ദിസ് ഗോസ് ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് 2 ആളെ അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് സൂട്ടബിൾ ആയി തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, അതിൽ വേറെ ഒന്നും വിചാരിക്കരുത്. അത് നിങ്ങളുടെ ബിരിയാണി മോശമായതുകൊണ്ടായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ചില ദിവസത്തെ പ്രത്യേകതകളായിരിക്കാം. അന്ന് ചിലപ്പോൾ അന്ന് വിചാരിക്കുന്ന പോലെ വരണമെന്നില്ല. പിന്നെ ഞങ്ങളുടെ ടേസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല ഞങ്ങൾ ചിലപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്. അത്രേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഡസൻറ്റ് മീൻ നിങ്ങൾ ആരും മോശക്കാരാണെന്നല്ല. ഏറ്റവും ബെസ്റ്റാണ്. ഈ നിൽക്കുന്ന 24 പേരും ബെസ്റ്റ് ആയിട്ടാണ്. പിന്നെ അടുത്ത റൗണ്ടിലേക്ക് അങ്ങനെ 12 പേര് സെലക്റ്റഡ് ആവുന്നു. ഓക്കെ, ആ 12 പേരിൽ എഗെയിൻ 4 പേരുള്ള 3 ഗ്രൂപ്പായിട്ട് തിരിയുന്നു. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് റൗണ്ട്. ആ 3 എപ്പിസോഡായിട്ട് അത് കാണിക്കുന്നു. അതിൽ നിന്നും എഗെയിൻ പക്ഷേ അത് ഒരു എപ്പിസോഡിൽ നിന്നായിരിക്കില്ല അടുത്ത സെലക്ഷൻ വരുന്നത്. അത് ടോട്ടലായിട്ട് എടുത്തിട്ട് ഈ 12 പേരിൽ നിന്നും ബെസ്റ്റ് ബിരിയാണി 8 സെലക്ട് ചെയ്യുന്നു അടുത്ത റൗണ്ടിലേക്ക്. അത് കഴിഞ്ഞിട്ട് 8ഉം അതുപോലെ തന്നെ ആ 8ൽ 4 പേരുള്ള 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് മത്സരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ആ 8 പേരിൽ നിന്നും ഫൈനലിസ്റ്റുകളായിട്ട് 5 പേരെയാണ് പിക്ക് ചെയ്യുന്നത്. ടോട്ടലായിട്ട് എടുത്തിട്ടായിരിക്കും അത് പിക്ക് ചെയ്യുന്നത്. 5 പേര്, ആ 5 പേരായിരിക്കും ഫൈനലിസ്റ്റ്. അപ്പോൾ തൊട്ട് മുമ്പ് 8 സെമി ഫൈനലായിരിക്കും ആൻഡ് ഫൈനൽ വിൽ ബി 5 പേരുടെ മത്സരം. ഇവരൊക്കെ ചേച്ചിയുടെ പരിപാടി സ്ഥിരം കാണുന്ന വ്യൂവേഴ്സാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഇവരെല്ലാം അറിയുന്ന ആൾക്കാർ. നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല ആക്ച്വലി അല്ലേ. അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. അതെ അതെ, അവർക്ക് ഭയങ്കര പ്രത്യേകിച്ച് ബിരിയാണി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സ്ട്രോങ് പോയിന്റ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവരെല്ലാം മത്സരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് ലോട്ട് ഇടാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് റൗണ്ട് എന്നുള്ളത് പറയാം. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസിനെ ഒന്ന് പേഴ്സണലി പരിചയപ്പെടും. തീർച്ചയായിട്ടും, കാരണം ചേച്ചി ഇവരൊക്കെ ചിരിച്ച മുഖങ്ങൾ ഇപ്പോഴേ കാണാൻ പറ്റും. അതെ അതെ, അപ്പോൾ ഇവരൊന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. അതെ അതെ, പറഞ്ഞോളൂ. ഹായ്, റിൻഡ ഫ്രം കണ്ണൂർ. റിൻഡ ഫ്രം കണ്ണൂർ, ആലപ്പുഴ ജില്ല, അരൂര്, എറണാകുളം ബോർഡർ. മാമിനെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. 2006 മുതൽ ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. ഒരു ടൈം പാസ് മാമിന്റെ മാജിക് ഓവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ കൂടിയാണ് കേക്കൊക്കെ പ്രിപ്പറേഷൻ ചെയ്യാൻ പഠിച്ചതൊക്കെ. നാടൻ ഫുഡുകളൊക്കെ ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ അതിൽ മാമിൻ്റെ ബിരിയാണി ആദ്യമായിട്ട് ഞാൻ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത് മാമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയ എനിക്ക് ഒരുപാട് സന്തോഷം. നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാമിനെ കാണാൻ വേണ്ടി മാത്രം ഞാൻ വന്നത്. പക്ഷെ ഇതൊന്നും നമ്മുടെ മാർക്കിനെ ബാധിക്കില്ല, അത് വേറെ കാര്യം. ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ താങ്ക് യു സോ മച്ച്. ധനലക്ഷ്മി ഫ്രം ഗുരുവായൂർ, തൃശ്ശൂർ. ഓക്കെ, 7 years ആയിട്ട് കേക്ക് ബേക്കിംഗ് ആണ്. ബിരിയാണി ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ കോമ്പറ്റീഷൻ ആയിട്ട്. ഹോം ബേക്കർ ആണ് അപ്പോൾ ബേസിക്കലി. അതെ അതെ, സെയിലുണ്ട്. ഫാരി റാഫി, ട്രിവാൻഡ്രം. ഞാനൊരു ഹോം ബേക്കറാണ്. ഹോം ബേക്കർ കോമ്പറ്റീഷനും കുറച്ച് പങ്കെടുക്കാറുണ്ട്. മലപ്പുറം തിരുനാവായ അടുത്താണ് നദീറ. മാമിന് ഒരുപാട് ഇഷ്ടമാണ്. ആഗ്രഹം കൊണ്ട് ഞാൻ പങ്കെടുക്കണേ. താങ്ക് യു. എൻ്റെ പേര് ജഷീല ഫ്രം വയനാട്. ഓരോ ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാമിൻ്റെ ഭയങ്കരമായിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കതുപോലെ ചെയ്യാൻ തോന്നും. പക്ഷേ നമുക്ക് അതുപോലെ ഒരു വീഡിയോ എടുക്കാനോ അത് കഴിയില്ല. പക്ഷെ ആ ഒരു ഇത് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഇപ്പം ആ ഒരു കോൺഫിഡൻ്റ് ആണ് എനിക്ക് ഈ ഒരു സ്റ്റേജിൽ നിൽക്കാൻ കഴിയുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് അത് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ശബന, മലപ്പുറം. എനിക്ക് കുക്കിങ്ങിൽ ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ അത് മാമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അത്രയധികം ഞാൻ എല്ലാ എപ്പിസോഡും കാണാറുണ്ട്. ഒരുപാട് എനിക്ക് എന്തായാലും വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ വളരെ ഓണസ്റ്റ് ഫീൽ ആണ്. അതെ, എനിക്കൊരു എന്താ പറയുക, ഒരു ഗുരുവായിട്ട് നിങ്ങൾ എന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഇത്രയും വളർന്നു, നിങ്ങൾ എക്സ്പേർട്സ് ആയിരിക്കുന്നു. ഭയങ്കര രസകരമായിട്ട്. ഷൈന ഹാരിസ് ഫ്രം കൂടല്ലൂർ. ഓക്കെ, ഹോം ബേക്കറാണ്. 7 വർഷമായി കേക്ക് ചെയ്യുന്നുണ്ട്. ഓ വെരി ഗുഡ്. ഒരുപാട് ഹോം ബേക്കേഴ്സ്. അയ്യോ, ഒരു രക്ഷയില്ലാത്ത ഇതാണ്. ഇനി നമ്മുടെ കേക്ക് കോമ്പറ്റീഷൻ വരുമ്പോൾ ഇതിനെക്കാട്ടിലും ടഫാവും എന്നാണ് തോന്നുന്നത് കാര്യങ്ങൾ. അത്രയ്ക്ക് മത്സരിക്കാൻ ആളുണ്ടാവും. എൻ്റെ പേര് ഷെബിന, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു.
ഞാൻ പ്രൊഫഷണലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ബട്ട് കുക്കിംഗ് എൻ്റെ ഒരു പാഷനാണ്. സോ അങ്ങനെയാണ് ഇവിടെ TV പ്രോഗ്രാം ഫസ്റ്റ് ടൈമാണ്. എൻ്റെ പേര് അവസന. ഞാൻ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നത്. ഞാൻ ഹോം ബേക്കറാണ്. ഒരു 5 വർഷമായിട്ട് കേക്ക് ബേക്ക് ചെയ്യുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ റഫീന റഫീഖ്, കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ നിന്ന് വരുന്നു. കാറ്ററിംഗ് സർവീസ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ എക്സ്പീരിയൻസ് ഒരുപാടുള്ള ആൾക്കാരുണ്ട്. ഇത് ഇവിടെ മുഴുവൻ അതാണെന്നാ തോന്നുന്നത്. സൈന അനീസ് ഫ്രം എറണാകുളം. എറണാകുളം ഏത് ഭാഗത്ത്? കളമശ്ശേരി. ഞാൻ വനിതാ പാചകറാണിയിൽ മാമിനെ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ സെമി ഫൈനലിൽ എത്തിയപ്പോൾ ഇതായി. അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇതിൽ വിളിച്ചത്. കണ്ടതിൽ വളരെ സന്തോഷം. ഹബീബ സുബൈർ, കോഴിക്കോട് നിന്ന് വരുന്നു. ഞാൻ ഓർഡറൊക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഗൗലമാൾ നെസ്റ്റോയിൽ വർക്ക് ചെയ്യാണ് ഷെഫായിട്ട്. ഞാൻ ബേനസീർ നൗഷാദ്, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി നിന്ന് വരികയാണ്. ബെനസീർ നൗഷാദ്. ബേനസീർ നൗഷാദ്. പാഷൻ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് തന്നെയാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു സകല കലാബലമെന്നു പറയാം. കുക്കിംഗ് അടിപൊളി. ഹസീന ഹനീഫ്. ഹസീന ഹനീഫ് ഹനീഫ് ഫ്രം തലശ്ശേരി. ഞാൻ കുറേ വർഷം കൽക്കത്തയിലായിരുന്നു ഫാമിലിയായിട്ട്. പിന്നെ അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു 17 ഇയേഴ്സ്. അപ്പോൾ കുക്കിംഗ് ഒന്നും അത്ര വശമില്ലാത്ത സമയമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മാമിൻ്റെ മാജിക് ഓവൻ, ആ സെറ്റ്, അങ്ങനെ പല മാതിരി ബുക്സൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. ഇപ്പോഴും എൻ്റെ കയ്യിൽ അതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഫ്രൈഡ് ബിന്ദി മസാല ഓർമ്മയുണ്ടോ മാമിൻ്റെ മാജിക് ഓവൻ? അതിപ്പോഴും ഞാൻ ചെയ്യുന്ന, എൻ്റെ മക്കളും ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് അത്. ഹായ് മാം, ഞാൻ ജസീമ മുബഷിർ, കാലിക്കറ്റ്. മുബഷിർ, കോഴിക്കോട് ചെറുപ്പ. അതെ, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മാമാണ് ഒരു കുക്കിംഗ് പാഷനിലേക്ക് കൊണ്ടെത്തിച്ചത്. ചെറുപ്പം മുതലേ മാമിൻ്റെ മാജിക് ഓവനിൽ കണ്ട് അതാണ് ഞാൻ ആ ഓരോ എപ്പിസോഡും ആ ദിവസം നോക്കിയിരുന്ന് എഴുതി വെക്കും. അതിൻ്റെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. മാമിൻ്റെ ബുക്സ് എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ നോക്കിയിട്ട് ഡെസേർട്ട്സൊക്കെ ഒരുപാട് ട്രൈ ചെയ്തു. പിന്നെ ഹോം ബേക്കറായി മാമിൻ്റെ തന്നെയാണ് കണ്ട് കുറേ പരീക്ഷിച്ച് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. ഹോം സയൻസ് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സ് ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. അതെ അതെ. ഫെമി മുനീർ, കണ്ണൂർ നിന്നാണ് വരുന്നത്. കണ്ണൂർ. പിന്നെ നമ്മൾ ദംസ്റ്റാസ് എന്നൊരു ഇതുണ്ടാക്കിയിട്ട് അത് സെയിൽ ചെയ്യുന്നുണ്ട്. ദം സ്റ്റാർസ് എന്നൊരു നമ്മളൊരു ഫൈനലിൽ നമ്മൾ വന്ന 9 ആൾ കൂടിയിട്ട് ചേർന്നിട്ട് മലബാറിൽ ഒരു ഏറ്റവും വലിയ ബിരിയാണി സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. അതിൽ നിന്ന് 9 പേര് ചേർന്നിട്ട് നമ്മളൊരു ദം സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം 6 മാസമായിട്ടേ ഉള്ളൂ തുടങ്ങി. ഹായ്, ഞാൻ ഷെഫീദ ഫ്രം തലശ്ശേരി. ഫസ്റ്റ് ടൈമാണ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും തന്ന സപ്പോർട്ടാണ് എന്നെ ഈ സ്റ്റേജിലേക്ക് എത്തിച്ചത്. എൻ്റെ പേര് ജുബിന ജുനൈദ്, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. എന്ത് ചെയ്യുന്നു? ബേസിക്കലി ഹൗസ് വൈഫാണ്. ഞാൻ ജിഷ ബിജിത്ത്, തലശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബിരിയാണി സെയിൽ ചെയ്യുന്നുണ്ട്. ദംസ്റ്റാർ അതിന്റെ ഭാഗമാണ്. മാമിനെ കാണണം എന്ന് വെച്ചാൽ എനിക്ക് സാധിച്ചത് ഷാർജ ബുക്ക് ഫെയറിലായിരുന്നു 2017 അങ്ങനെ ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മാമിന് ഓർമ്മയുണ്ടെന്നാണ് അവക്കടെ ചീസ് കേക്ക് മാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വൈൻ അങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ട് വൈനും ഒക്കെ ആയിട്ടുള്ള അത് ചെയ്തിട്ട് ഞാൻ അതിനെ ഫ്യൂഷൻ ആക്കി ചക്കയിൽ വെച്ചിട്ട് ഞാൻ പിന്നെ ട്രൈ ചെയ്ത് അവിടുത്തെ ഒരുപാട് കോമ്പറ്റീഷൻ ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാമിൽ പങ്കെടുക്കുമായിരുന്നു കുക്കിംഗ് കോമ്പറ്റീഷനിൽ. അപ്പോൾ അതിനകത്ത് ഞാൻ ചക്ക ചീസ് കേക്ക് ലുല്ലുവിൻ്റെ ഒക്കെ ഒരുപാട് പ്രൈസ് വിന്നിങ് ആളാണ്. അപ്പോൾ മാമിൻ്റെ കുറേ റെസിപ്പീസ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടെല്ലാം ട്രൈ ചെയ്തിട്ട് വിൻ ചെയ്യാറുണ്ട്. സന്തോഷം. മൈ നെയിം ഈസ് അനു നിസാർ. ഞാൻ കോട്ടയം ജില്ലയിൽ എരുമേലിയിൽ നിന്ന് വരുന്നു. പേരക്കുട്ടിയൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് മാം പല എപ്പിസോഡിൽ അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ പേര് ബുഷ്ര, മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ. എൻ്റെ പേര് ഫെബിന മൻസൂർ, ഞാൻ കാലിക്കറ്റ് വരുന്നു. ഒരുപാട് സന്തോഷം ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. കേറ്ററിംഗ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഹോം ബേക്കർ. ഞാൻ ഷബാന ഫാറൂഖ്, കണ്ണൂർ ജില്ലയിൽ നിന്ന് ചൊക്ലി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഞാൻ കാറ്ററിംഗ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എൻ്റെയും ഗുരു മാഡം തന്നെയാണ്. ഇപ്പൊ എനിക്ക് ഏകദേശം എത്ര വയസ്സുണ്ടാകും അല്ലേ? ഞാൻ ആ സംഭവം മാത്രം എടുത്തിട്ടില്ല. അല്ല, പേരക്കുട്ടി കൂടെ പറഞ്ഞപ്പോ പേരക്കുട്ടി ഇപ്പൊ പല സ്റ്റേജസിലൂടെ കടന്നു പോകും. അപ്പൊ നിങ്ങൾ എന്നെ ഏത് കാലം തൊട്ട് കാണുന്നു,
ഇപ്പൊ ഏത് സ്റ്റേജിൽ അത്രേ ഉള്ളൂ, അങ്ങനെ വിചാരിച്ചാൽ മതി. എന്തായാലും വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല തയ്യാറെടുപ്പോടു കൂടി വന്നിട്ടുണ്ട്. ഏറ്റവും നന്നായി പെർഫോം ചെയ്യുക. ഞങ്ങൾക്ക് എല്ലാവരും ഇപ്പോൾ ഒരുപോലെ തന്നെയാണ്, ഒരു മാറ്റമില്ല. ഞങ്ങളുടെ ടേസ്റ്റ് ബഡ്സിന് ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നതിന് ഞങ്ങൾ മാർക്ക് കൊടുക്കുക, അത്രേ ഉള്ളൂ. ദർ ഇസ് നോ അതർ ഒരു കാറ്റഗറിയോ അല്ല വേറെ ഒന്നുമില്ല. നത്തിങ്, നോ ക്രൈറ്റീരിയാസ് എക്സെപ്റ്റ് ഫോർ ദാറ്റ്. അപ്പോൾ ഹാപ്പി ആയിട്ട് ഈ ഒരു ഹാപ്പിനെസ് അവസാനം വരെ ഉണ്ടാവണം. സ്നേഹിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോൾ നമുക്ക് ലോട്ട് ഇടാം. യെസ്, കൃഷ്ണ യു സ്റ്റാർട്ട്. ജൂമന്ദർ കാളി ഫസ്റ്റ് ആണ് നമ്മുടെ. അതെ, ഫസ്റ്റ് ഗ്രൂപ്പിലേക്കുള്ള 4 പേര് ആദ്യം. ഗ്രൂപ്പ് 1 ഫസ്റ്റ് ചേച്ചീനെ വായിച്ചു. ട്രിവാൻഡ്രം ആണ്, ഫാരി റാഫി. ഇനി സെക്കൻഡ് വൺ ഫൗസിയ മുസ്തഫ ആലപ്പുഴ. ആലപ്പുഴ. ഓ, 2 ആ സൈഡിൽ തന്നെ വന്നു. ഓക്കെ, മൂന്നാമത്തെ ആള് സാനുമോൾ, കോട്ടയം. നാലാമത്തെ ആള് ഫബീന മൻസൂർ, കാലിക്കറ്റ്. ഓക്കെ, അപ്പൊ 4 പേരായി കേട്ടോ. ഫസ്റ്റ് ഗ്രൂപ്പിലെ 4 പേരായി. സെക്കൻഡ് ഗ്രൂപ്പിൽ 4 പേര് വരും. അതിൽ ആദ്യത്തെ ആളുടെ പേര് ഷഫീദ സാജിദ്, കണ്ണൂർ. ജഷീല യാസിർ, വയനാട്. ഇതിങ്ങനെ ഏതാ എന്താ അല്ലേ നിങ്ങളുടെ ഗ്രൂപ്പ് അറിയാൻ ആകാംക്ഷ. ധനലക്ഷ്മി, തൃശ്ശൂർ. സൈന അനീസ്, എറണാകുളം. ഓക്കെ, അപ്പൊ 4 പേരായിട്ടുണ്ട് സെക്കൻഡ് ഗ്രൂപ്പിലെ. And the third group, first person, ഫെമി മുനീർ, കണ്ണൂർ. നല്ല ചിരിയാ ഫെമിയുടെ, വെരി നൈസ് സ്മൈൽ. അടുത്തത് ബനസീദ് നൗഷാദ്, തലശ്ശേരിയാ. അടുത്ത ആള് ജുബിന ജുനൈദ്, കൊല്ലം. ഷബാന ഫറൂഖ്, കണ്ണൂർ. അപ്പൊ 4 പേര്, നിങ്ങൾ 4 പേര് ഒരു ഗ്രൂപ്പ്. ഓക്കെ, ദിസ് ഈസ് ദ തേർഡ് ഗ്രൂപ്പ്. നാലാമത്തെ ഗ്രൂപ്പ് വിളിക്കുന്നു ഹസീന ഹനീഫ്, തലശ്ശേരി. അഷ്ന സജീദ്, മലപ്പുറം. ജിഷ ബിജിത്ത്, കണ്ണൂർ. ഷഹാന ഹാരിസ്, പാലക്കാട്. അപ്പൊ എല്ലായിടത്തും നിന്ന് റെപ്രസെന്റേഷൻ വരുന്നുണ്ടെന്ന് മനസ്സിലായോ? തൃശ്ശൂർ വന്നു, പാലക്കാട് വന്നു, കൊച്ചി വന്നു, ആലപ്പുഴ വന്നു, കോട്ടയം വന്നു, കൊല്ലം വന്നു, പിന്നെ തലശ്ശേരി, കണ്ണൂർ ഏറ്റവും കൂടുതൽ. നദീറ PK, മലപ്പുറം. ഷബ്ന, മലപ്പുറം. തേർഡ് പേഴ്സൺ ഇസ് ഷബീന ഷരീഫ്, ആലപ്പുഴ. അടുത്തത് ഒരാൾ കൂടി ഹബീബ, കാലിക്കറ്റ്. ഇനി അടുത്ത ഗ്രൂപ്പ്, ലാസ്റ്റ് ഗ്രൂപ്പ്, 6ാമത്തെ ഗ്രൂപ്പ്. റിൻഡ റഹീൽ, കണ്ണൂർ. റഫീന റഫീഖ്, കണ്ണൂർ. ബുഷ്ര, മലപ്പുറം. ആൻഡ് ദ ലാസ്റ്റ് പേഴ്സൺ, ഇനി അറിയാലോ, പറയാതെ തന്നെ അറിയാം ഇനി ആരായിരിക്കും. നസീമ മുബഷിർ. അപ്പൊ ഇനി ആദ്യത്തെ 1, 2, 3, 4 ആയിട്ട് ഇങ്ങനെ മത്സരിക്കുന്നു. ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 പേരായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. യെസ്, ഫസ്റ്റ് റൗണ്ടിനെ കുറിച്ച് പറയുന്നു. അതായത് ഇതൊരു ഫ്രീ സ്റ്റൈൽ റൗണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം, പക്ഷേ കേരള തന്നെ ടച്ച് ചെയ്ത് പോയാൽ മതി. ഇനിയുള്ള റൗണ്ട്സിൽ വേറെ റീജിയൻസ് വരുന്നുണ്ട്. അപ്പോൾ കേരള സ്റ്റൈലിൽ തന്നെ ചെയ്യാം. കേരളത്തിൽ തന്നെ പല പല സ്റ്റൈൽ ഉണ്ടല്ലോ, പല അല്ലേ, തലശ്ശേരി, കണ്ണൂർ, പല വ്യത്യാസമാണ്, കോഴിക്കോട്, പലരും പല രീതിയിലല്ലേ ചെയ്യണത്. ഈവൻ ട്രിവാൻഡ്രം പോലും ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ.
പക്ഷേ സീ ഫുഡ് ആയിരിക്കണം എന്ന് മാത്രം. സീ ഫുഡ് ബിരിയാണീസ്, ദിസ് റൗണ്ട്. സീ ഫുഡിൽ പ്രോൺസ്, കടലിൽ വളരുന്ന എന്തുവാ, കല്ലുമ്മക്ക, പിന്നെ എല്ലാ കാര്യങ്ങളും, മീന്, പിന്നെ കൂന്തൽ, ചെമ്മീന്, ക്രാബ്, അങ്ങനെ എന്താ പറയുക, വേറെ എന്തെങ്കിലും ഉണ്ടോ പ്ലാനില്? സ്ക്വിഡ്, എല്ലാതരം മീനുകൾ, അയക്കൂറ, എന്ത് വേണമെങ്കിലും ആകാം. അത് വെച്ചിട്ടുള്ള ചിലർക്ക് മിക്സ്ഡ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരുണ്ടോ, നിങ്ങളുടെ ഇഷ്ടം. അതിൻ്റെ സീ ഫുഡിൻ്റെ ബിരിയാണി റൗണ്ടാണിത്. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ ഇതിലൂടെ നിങ്ങൾ എക്സിബിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിനെ നിർത്തിയിട്ട് ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ പോകാം. ഫസ്റ്റ് റൗണ്ടിന്റെ മത്സരാർത്ഥികൾ ഇവിടെ റെഡിയാണ്. 4 പേര്. കറക്റ്റ് കേട്ടോ. കളർ സ്കീം നോക്കിയേ, 2 റെഡ് 2 മെറൂൺ. ഇതെങ്ങനെ വന്നു? അൺഎക്സ്പെക്ടഡ്ലി അല്ലേ? നമ്മളല്ലേ ഇവിടെ നിൽക്കുന്നത്. കറക്റ്റ് ആയിട്ട് സെറ്റ് ആയി കേട്ടോ. അപ്പൊ ഒരാള് കോട്ടയം, കാലിക്കറ്റ്, ആലപ്പുഴ, ട്രിവാൻഡ്രം. ഓ കറക്റ്റ്, ക്രോസ് സെക്ഷൻ എല്ലാവരും ആയി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും റെഡി ആണല്ലോ? ടൈം സ്റ്റാർട്ട് നൗ. ഞാൻ ഫൗസിയ മുസ്തഫ. ഞാൻ ഉണ്ടാക്കുന്നത് കടൽക്കൂട്ട് കാന്താരി ദം ബിരിയാണിയാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. നെയ്യും വെളിച്ചെണ്ണയും ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നല്ല ഗോൾഡൻ നിറമായിട്ട് കിട്ടണം, അതുവരെ നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം. നല്ല പൊരിച്ച കോഴിയാണ്. ഫൗസിയ, അതെ, ഫൗസിയ ഫ്രം ആലപ്പി. പക്ഷേ ഇവിടെ ആടിപ്പൊളി മണല്ലേ, രക്ഷയില്ല. എന്ത് ബിരിയാണിയാണ് പ്ലാൻ? കടൽക്കൂട്ട് കാന്താരി ദം ബിരിയാണി. കടൽക്കൂട്ട് കാന്താരി ദം ബിരിയാണി. പലതരത്തിലുള്ള കടലിലും ഫിഷുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സീ ഫുഡ്, മീനുണ്ട്, കല്ലുമ്മക്കായ ഉണ്ട്, ചെമ്മീനുണ്ട്, ഞണ്ടുണ്ട്, കൂന്തലുണ്ട്. ഇതെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നായിരിക്കും അല്ലേ? അതെ, കട്ട് ചെയ്ത് കൊണ്ടുവന്നു. കാണുന്നില്ലല്ലോ. ഞണ്ട് ദേ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൈമ റൈസ്, ഞാൻ ഒരു 3/4 കിലോളം എടുത്തിട്ടുണ്ട്. അതെ, കാന്താരിയാണ് ഇതിന്റെ ഹൈല്. പിന്നെ ചെറിയ ഉള്ളിയും കാന്താരിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. അതിൽ ആ ഒരു മസാല നമ്മൾ ഒരൽപ്പം ഇതിലും ഇട്ട് കൊടുക്കുന്നു. ഏത് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്? അപ്പം ഞാൻ കോഴിക്കോട് തലശ്ശേരി അതാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. കാന്താരി ബിരിയാണി, സീ ഫുഡ്, അപ്പോൾ എല്ലാം കഴിക്കാം അല്ലേ? ഓക്കെ, അതെ. സവാള നല്ല ഗോൾഡൻ കളറായിട്ട് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നട്ട്സ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കിസ്മിസ് കൂടിയിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ നേരത്തെ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ഫിഷ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നെയ്മീൻ ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും ഞണ്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കൂന്തൽ കൂടി ചേർത്ത് കൊടുത്തേക്കാം. ഈ ഒരു മസാല മതിയാകും ഇതിനും കൂടി. ഇതിന് നമുക്ക് കുറച്ച് മസാല മതി. ഇതിൻ്റെ അകത്ത് നമ്മളിനിയും വേറെ മസാലകളൊക്കെ ചേർക്കുമ്പോൾ എരിവും പുളിയും ഉപ്പും എല്ലാം കിട്ടിക്കോളും. നമ്മുടെ ചെമ്മീനും ഞണ്ടും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കല്ലുമ്മക്കായും സ്ക്വിഡും കൂടിയിട്ടിട്ട് ഒന്ന് പതുക്കെ ഒരുപാട് കരിഞ്ഞു പോകാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഗ്രേവിയിലിട്ട് ഇതൊന്നും കൂടിയൊക്കെ വേവിച്ചെടുക്കുന്നതാണ്, അതനുസരിച്ചിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 1/2 വേവ് മതിയാവും. ഇത് നമുക്ക് ഇനി ഇതിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു പാത്രം മാറ്റിയിട്ട് നമുക്കൊന്ന് മസാല റെഡിയാക്കാനുള്ള പാത്രം എടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള,
ചേർത്ത് കൊടുക്കാം. പകുതി സവാളയോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കാന്താരി മുളക് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മീൻ കൊണ്ടുള്ള ബിരിയാണി ആകുമ്പോൾ ചെറിയ ഉള്ളി നല്ല ടേസ്റ്റ് കൂട്ടി കിട്ടും. നമുക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. നമ്മുടെ സവാളയും മസാലകളും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഹായ്, നമ്മുടെ കൂന്തലും ചെമ്മീനും ഇതൊക്കെ നമ്മൾ ഹാഫായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എന്ന് വെച്ചാൽ ഇതിനൊക്കെ വേവ് കുറവാണല്ലോ. അപ്പം പിന്നെ കുറച്ച് ഹാഫായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി മസാലകളൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. മലബാർ സ്റ്റൈൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതെ, അടിപൊളി. അപ്പോൾ വെരി എക്സ്പീരിയൻസ്ഡ്. താങ്ക് യു. ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ, കണവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ക്യുഡ്, കല്ലുമ്മക്ക ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സൂപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സൂപ്പിലാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത്. ഇതിൻ്റെ സൂപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലമാണ്. ഒരു ഇച്ചിരി സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ കുതിർത്തി വെച്ച അരിയാണ്. ഈ ഒരു കപ്പിന് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നേരത്തെ കഴുകി വാരി വെച്ചതാണ്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച സ്റ്റോക്ക് ഉൾപ്പെടെ ഇതിലേക്ക് ഒരു 3.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതൊരു 3/4 വേവാവുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ അടിക്കണ്ട. അടിക്കുന്നതിന് മുമ്പ് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ നന്നായിട്ട് ദമ്മായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കടൽക്കൂട്ട് കാന്താരി ദം ബിരിയാണി തയ്യാറായിട്ടുണ്ട്. എൻ്റെ പേര് സനു നിസാർ. ഞാൻ കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ്. പിന്നെ ഇതിനാവശ്യമായ ഫിഷ് മാഗ്നേറ്റ് ചെയ്യാനാണ്. പിന്നെ കാന്താരിയും കുരുമുളകും കൂടെ അരച്ച് കൊണ്ടുവന്ന ഒരു കൂട്ടാണ് നമ്മളിതിലേക്ക് ഇടുന്നത്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, ഒരു സ്വല്പം മുളക് പൊടി ഇട്ട് നമ്മൾ ആദ്യം ഇത് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കുവാണ്. ഒരു പാൻ അടുപ്പേ വെച്ച് ഒരു 3 സ്പൂൺ നെയ്യ് ചേർക്കുവാണ്. കപ്പലണ്ടി, അത് കഴിഞ്ഞ് കുറച്ച് നമുക്ക് ആവശ്യമായ കിസ്മിസ്, ഇതിലേക്ക് നമ്മൾ ഇതാക്കി മാറ്റി വെച്ചേക്കുന്ന സബോള. ഈ സബോള ഇനിയൊന്ന് മൂക്കട്ടെ. ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. കുറച്ച് ഉലുവ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. ഒരു തക്കാളി ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് വരുന്ന സമയം നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ചതച്ച് ആഡ് ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല. എന്നിട്ട് ഇത് നന്നായി മൂക്കാം. സനു, എരുമേലി എന്ത് ബിരിയാണിയാണ്? കൊഞ്ച് വെച്ചുള്ള ഒരു ഫിഷ് ബിരിയാണിയാണ്. അത് എൻ്റെ നാടൻ രീതിയിൽ കൊഞ്ച് വെച്ചുള്ള ഫിഷ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കൊഞ്ച് കൂടാണ്ട് വേറെ മീനും എല്ലാം ചേർക്കുന്നു? അല്ല, കൊഞ്ച് ഞാൻ ഇതിന് മസാലയായിട്ട് കാന്താരിയും അതിന് കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് അച്ചാറ് സൈഡായിട്ട് കൊണ്ടുവന്നുള്ള ക്യാരറ്റും മാങ്ങയും ആയിട്ടുണ്ട്.
മസാലയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് സംശയം? അല്ല, മസാല ഇപ്പൊ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഞങ്ങൾ വന്നതൊരു ശല്യമായി. ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. കാണാനാണല്ലോ മാം. ഇതിലേക്ക് ഇനി ആവശ്യമായ സബോള ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്യാം. ഒരു ഗ്രേവിക്ക് വേണ്ടിയാണ്, നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി ഒരു 3-4 ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേവിക്കൊരു ഫിഷിൻ്റെ ഒരു സ്വാദ് വരാനാണ്. നമ്മൾ എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ കൂട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. മസാല കൂട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ചെമ്മീൻ ഇനി ഇത് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് നമുക്ക്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കരിയാപ്പില ഇടാം. നമുക്ക് ഇങ്ങനെ കരിയാപ്പില ആഡ് ചെയ്ത് നമ്മൾ മീൻ വറക്കുമ്പം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഒത്തിരി അടി പിടിക്കാതെ ഉള്ള സാധ്യത കുറവാണ്. മുരിയാൻ കിടക്കുന്ന ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കം എൻ്റെ ഒരു ഫ്ലേവറിന് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാപ്സിക്കം ഒക്കെ ഇടുന്നതുകൊണ്ട് കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ഇതിപ്പോൾ വറുക്കുന്ന സ്റ്റേജ് എത്തിയിട്ടുള്ളൂ. മസാല റെഡിയായി. പിന്നെ റൈസ് റെഡിയായി. അപ്പോൾ ഓൾമോസ്റ്റ് റെഡി. ഇനി കുറച്ച് സെറ്റിംഗേ ഉള്ളൂ. ദം ചെയ്യണം, ഫ്രൈ ആകണം. നോക്കാം. ഈ റൈസിനൊരു കളർ കൊടുക്കുവാണേ. കളർ ഉപയോഗിക്കാതെ മഞ്ഞൾപ്പൊടി, പാലിനകത്തും മഞ്ഞൾപ്പൊടി കലക്കി ഇങ്ങനെ നമുക്ക് ചേർത്ത് കൊടുത്താലും നമുക്ക് ആവശ്യമായ മഞ്ഞ കളർ കിട്ടും. ഏകദേശം ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി മൂക്കണ്ട. അപ്പോൾ നമ്മളിത് മാറ്റി വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവിയിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച് കൊഞ്ച് നമ്മൾ ആഡ് ചെയ്യുകയാണ്. നമ്മളിതിനി ദം ചെയ്യാൻ പോവാണേ. മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ചേക്കുന്ന കപ്പലണ്ടി, കിസ്മിസ്, നമ്മൾ സബോള എല്ലാം നമ്മളൊരു ലെയറിലായിട്ട് ദം ചെയ്യാനായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കളറിന് ആവശ്യമായ മഞ്ഞൾപ്പൊടിയിൽ ചോറ് മിക്സ് ചെയ്ത് നമ്മളൊരു കളർ കൊടുക്കാൻ, നാച്ചുറലായിട്ടുള്ള കളർ കൊടുക്കാൻ. നമ്മൾ എസൻസ് ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. എല്ലാവർക്കും ഇൻഡക്ഷൻ കുക്കറിനെ കുറിച്ച് പരാതിയാണ്. ബിരിയാണിക്ക് പറ്റിയ ആളല്ല ഇൻഡക്ഷൻ കുക്കർ. പക്ഷേ നമ്മൾ ഏതൊരു സാഹചര്യത്തിലും പെട്ടെന്ന് ചെയ്യാൻ പഠിക്കണം അല്ലേ? ഇൻഡക്ഷൻ കുക്കറിൽ എങ്ങനെ ചെയ്യാം? പഠിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഡിഫക്റ്റായിട്ട് തോന്നിയത്? അടുപ്പ് ചെയ്യുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ അടുപ്പിലാണ് ഞാൻ ചിക്കനൊക്കെ ഇതാക്കുന്നത്. അപ്പം ഇത് ചെയ്തപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം തോന്നി. നമ്മൾ സ്ഥിരം അത് കഴിക്കുന്നതുകൊണ്ടാണ് എല്ലാം റെഡിയായത്. എടുത്ത് വെക്കാനുള്ള താമസമേ ഉള്ളൂ ഇനി. ഓക്കെ, നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എൻ്റെ പേര് ഫെബിന മൻസൂർ. ഞാൻ കാലിക്കറ്റ് നിന്ന് വരുന്നു. ഇന്ന് നമുക്ക് തന്നിട്ടുള്ള തീം എന്താ വെച്ചാൽ സീ ഫുഡ് ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയക്കൂറാണ്. ഇത് നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് മുളക് പൊടിയും, കുറച്ച് സാൾട്ട്, കുറച്ച് മഞ്ഞളുടെ പൊടി, കുറച്ച് പെപ്പർ, കുറച്ച് ലൈം വയ്ക്കണം, ഇത്തിരി വെളിച്ചെണ്ണ വയ്ക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മും. മീനെ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. കുറച്ച് ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അത് ഞാൻ തേങ്ങാപ്പാലിലാണ് കുക്ക് ചെയ്യുന്നത്. ഓണായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഓൾ സ്പൈസസ് ഇടാം. ഏലക്ക, 2-3 ഗ്രാമ്പു,
ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്യാം. വെള്ളത്തിന് ഞാൻ കോക്കനട്ട് മിൽക്കാണ്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. നമുക്കിതിലോട്ട് ഇത് വഴനയിലാണ്. വഴനയില റൈസിൻ്റെ കൂടെ കിട്ടാൻ നല്ലൊരു ടേസ്റ്റാണ്. അത് ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് തേങ്ങാപ്പാലാണ്. അതിലോട്ട് നമുക്ക് ഈ അരി ആഡ് ചെയ്യാം. ഹലോ ഹലോ. ഞാനിവിടെ അയക്കൂറുണ്ട്. അയക്കൂറ ബിരിയാണി. നെമ്മീൻ്റെ ഫിഷ് ബിരിയാണി. അത് വാഴയിൽ കിഴിയാക്കിയിട്ടാണ് സ്റ്റീം ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ റൈസ് കോക്കനട്ട് മിൽക്കിലാണ് ഉണ്ടാക്കുന്നത്. ഇത് റൈസ് എന്താ കൈമയാണോ? കൈമ സാധനം. ഇത് തേങ്ങാപ്പാലിലാണോ? തേങ്ങാപ്പാലിൽ. മസാല ഞാൻ ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളിയിലാണ്. എല്ലാ രീതിയിലും സ്വാദ് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ചെറിയ ഉള്ളിയും പിന്നെ അതിൽ പിന്നെ കുറച്ച് ഇലകളും ആഡ് ചെയ്യുന്നുണ്ട്. മുരിങ്ങയിലയും ഒക്കെ. മുരിങ്ങയിലൊക്കെ ചേർക്കുന്നുണ്ട്. വെറൈറ്റി. പിന്നെ മൊത്തം ഇതാക്കിയിട്ട് വാഴയില കിഴിയിട്ട് കിഴി ബിരിയാണി ആക്കും. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഫിഷ് അധികം മൊരിയിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളൊന്ന് ഷാലോ ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ ഈ മസാലയൊക്കെ റെഡിയാക്കുന്നത്. അതുപോലെ മസാലയിൽ ഞാൻ അധികം ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ബിരിയാണീൻ്റെ കൂടെ ഒരു ഗാവ ലാസ്റ്റ് ഞാൻ റെഡിയാക്കുന്നുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് വെള്ളത്തിൽ നമുക്ക് കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, പിന്നെ കുറച്ച് ഗാവ പൗഡറാണ്. അതിൽ ഒരുപാട് മിക്സ്ഡ് ആഡ് ചെയ്തിട്ടുള്ള ഒരു പൗഡറാണ്. അത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഫിഷ് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നും മാറ്റി വെക്കാം. ഈ പൊരിച്ചിട്ടുള്ള എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത്. അതിന് ചെറിയുള്ളിയാണ് യൂസ് ചെയ്തത്. കുറച്ച് ഉപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യാം. കുറച്ച് നെയ്യും ആഡ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയിലയും പുതിനയിലയാണ്, പിന്നെ കുറച്ച് തക്കാളി. കുറച്ച് ലൈം ആഡ് ചെയ്യാം. കുറച്ച് ഗരം മസാല പൗഡർ, കുറച്ച് മഞ്ഞളുടെ പൊടി. ഇതിൽ കുറച്ച് മുരിങ്ങയില ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിരിയാണി അതിനെക്കൊണ്ട് ആഡ് ചെയ്താണ്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഹെൽത്തി ആണല്ലോ, നമുക്കത് വയറ്റിലെത്തിയാൽ നല്ലതാണല്ലോ. ഇത്തിരി കേട് യൂസ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഈ പൊടിഞ്ഞ മീനൊക്കെ ഈ മസാലോട്ട് പൊടിച്ചിടാം. അങ്ങനെ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഹലോ, എന്തായി? തീരാറായി വരുന്നു. ഏകദേശം റൈസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ആ സ്റ്റേജിലാണ് കേട്ടോ. അവിടെ മസാല ഏകദേശം ഇത് ഫുള്ള് ചെറിയ ഉള്ളിയാണ്. കൊച്ചുള്ളിയും പിന്നെ കുറച്ച് മുരിങ്ങയില ഇട്ട്. പറഞ്ഞല്ലോ, മുരിങ്ങയില ഇടുന്നു. അതാണ് വേരിയേഷൻ ചെയ്തത്. ഓക്കെ, ഫിഷൊക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞു. ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചു. ഇത് ഫിഷ് മാത്രമാണ് എക്സ്ക്ലൂസീവ് അല്ലേ? അതെ. അവിടെ കൊഞ്ച്, ഇവിടെ ഫിഷ്. അപ്പോൾ നടക്കട്ടെ. ഓക്കെ. നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള കുറച്ചൊരു വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അതും ഞാനിതിലോട്ട് ആഡ് ചെയ്തു. ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള ഓരോരോ ടിപ്സാണത്. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇറക്കി വെക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കാനോ. ഫസ്റ്റ് നമുക്ക് മസാല വെക്കാം.
പ്രസൻറ്റേഷൻ്റെ സ്റ്റേജ് നോക്കൂ, റെസിപ്പിയൊക്കെ സെറ്റായിട്ട് വെച്ച്. ഇത് കോമ്പറ്റീഷനൊക്കെ പോയി നല്ല ശീലമുള്ള ആളാണ്, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ദമ്മിലാണ് കിഴിയാക്കിയിട്ട് ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് കിഴിയാക്കിയിട്ട് സ്റ്റീം വീണ്ടും ഒന്ന് ആവി കയറ്റാനായിട്ട്. ചെറിയ കിഴിയാ, വലിയ കിഴിയായിരിക്കും അല്ലേ? ആ, വലിയ കിഴിയാ. പാത്രം നിറഞ്ഞ കഴിയാണ്, റൈസും എല്ലാം കൂടി വരും. കെട്ടണ്ടേ ലാസ്റ്റ്? കെട്ടണം, പക്ഷേ അത് വാഴൻ്റെ പിന്നെ സ്റ്റീം ചെയ്യാത്തതിനെ കൊണ്ട് കെട്ടാൻ കഴിഞ്ഞില്ല. അത് ഇനി പറ്റുമല്ലോ, ആ വാടി കിട്ടും. ഒരു പെട്ടെന്ന് എടുത്ത് കൊണ്ടു തന്നാ രണ്ടാമത് വീണ്ടും 2 പ്രാവശ്യം അല്ലേ? ആദ്യത്തെ ശരിയായില്ല, പിന്നെ ബാക്കി അടിയിൽ വേറെ വെച്ചു അല്ലെ, സ്റ്റീം ചെയ്തിട്ട്, എന്നിട്ട് വീണ്ടും കിട്ടി. ഓക്കെ, ഞാനിതെങ്ങനെ അറിഞ്ഞതാണ്, എല്ലാം കണ്ടു. അങ്ങനെ നമ്മുടെ വാഴയിൽ കിഴികെട്ടിയ അയക്കോറിൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഹായ്, ഞാൻ ഫാരി റാഫി, ട്രിവാൻഡ്രം വേട്ടമുക്കിൽ നിന്ന് വരുന്നു. ഞാനിവിടെ മൊഞ്ചുള്ള ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കണം. അതിനായി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അല്പം നെയ്യും കൂടി ചേർക്കണം. അത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറുനാരങ്ങയുടെ നീരും, ആവശ്യത്തിന് ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. ഇനി നമുക്ക് ഉള്ളി പൊരിക്കാനായിട്ടിടാം. നമ്മളിതിൽ ചെറുള്ളിയും കൂടി ചേർത്തിട്ടാണ് നമ്മളുടെ മൊഞ്ചുള്ള ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഫാരി റാഫി, തിരുവനന്തപുരം. ഓ, കൊഞ്ചൊക്കെ നല്ല മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, അടിപൊളി. ഇപ്പൊ കൊഞ്ച് ബിരിയാണിയാണോ? ഞാനൊരു മൊഞ്ചുള്ള കൊഞ്ച് ബിരിയാണി ഉണ്ട്. കൊഞ്ചിൽ കുറക്കാൻ പാടില്ല. മൊഞ്ചുള്ള കൊഞ്ച് ബിരിയാണി, അത് നല്ല റൈമിങ് അല്ലേ? മൊഞ്ചുള്ള കൊഞ്ച് എന്നൊക്കെ പറയുമ്പോൾ സൗന്ദര്യമുള്ള കൊഞ്ച്. ഞാൻ ഈ ഉള്ളി പൊരിച്ചിട്ടുണ്ടതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളി പൊരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി ഈസിയാന്ന് പറയും. ഇതൊന്ന് പൊരിച്ചിട്ടാണ് ഏറ്റവും പക്ഷേ എന്താ പറയാ, ഉള്ളി പൊരിച്ച് കിട്ടുന്നതെന്ന് പറയുമ്പോൾ പൊരിച്ചതിനാണ് അതിന്റെ സ്വാദ്. ഇത്തിരി ബുദ്ധിമുട്ടിയാലും പൊരിച്ചിട്ടേ ചെയ്യുള്ളൂ എന്ന് ഞാൻ ചേട്ടൻ്റെ അല്ല, അതുണ്ടെങ്കിൽ അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ആ സ്വാദിന്റെ കാര്യത്തിലേ ബിരിയാണി അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പൊരിച്ചത് ഇട്ടിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളുടേതായ സ്റ്റൈൽ, അതല്ല അതിൻ്റെത്, അതല്ല അതിൻ്റെതായ ഒരു ഇത്. മൊഞ്ച്, അതാണ് മൊഞ്ചുള്ള കൊഞ്ച് ബിരിയാണി. കടത്തി വിട്ടിരിക്കുകയാണല്ലേ. അപ്പം നമ്മുടെ ബിരിയാണിക്കുള്ള ഉള്ളി പൊരിക്കണ കടമ്പ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരാം. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണ കൊഞ്ച് പൊരിച്ചെടുക്കണം. ഇത് കൊഞ്ചായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബട്ടറും വെളിച്ചെണ്ണയും എല്ലാം കൂടി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ ചെമ്മീനൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഒരുപാട് നേരം നമുക്കിതിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ഏകദേശം വെന്തുണ്ട്. ഇനി നമ്മളിത് മസാല ഇടുന്നതാണല്ലോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ മൊഞ്ചുള്ള കൊഞ്ച്. അതിൻ്റെ മൊഞ്ച് തന്നെ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി നമുക്കിതിൽ തന്നെ മസാല ഉണ്ടാക്കാം കേട്ടോ. ഇതിൽ ഉള്ളിയിടും. ഇതിൽ പിന്നെ ഞാൻ യൂസ് ചെയ്യണത് ചെറുള്ളി ചതച്ചതാണ് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചെറുള്ളി ഇട്ടിട്ട് വയ്ക്കുമ്പോൾ. ഇനി നമുക്കിതിൽ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം, ചതച്ച് വെച്ചത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് ചേർക്കാം. ഹലോ, എന്തായി? ഇതേ അടുത്ത സ്റ്റേജ് മസാല പണതോളിലേക്ക് മസാല ചെറുള്ളി ഇട്ടിട്ട് ചെയ്യണം. അപ്പോൾ ടേസ്റ്റ് കൂടുതലാണ് ചെറുള്ളിയും പൊരിച്ചുള്ളിയാണ് ശരിക്കും ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റ് കൊടുക്കുന്ന ഐറ്റം. പിന്നെ ഞാനിതിൽ ബട്ടർ ചേർത്തിട്ട്, കാരണം മീനാവുമ്പോൾ ഒരു ബട്ടർ ടേസ്റ്റ് വരുമ്പോൾ ബെറ്റർ ആയിരിക്കും അല്ലേ. അതിങ്ങനെ വെളിച്ചെണ്ണയിലാണ് വേരിയേഷൻ ചെയ്യുന്നത്, ബാക്കി വെളിച്ചെണ്ണ. പിന്നെ ഞാൻ ചെറുനാരങ്ങ നീര്, തൈര് അധികം യൂസ് ചെയ്യണില്ല. കാരണം എന്താ വെച്ചാൽ തൈര് ചേർക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ബിരിയാണിയിൽ
നമ്മുടെ ആ ഒരു ഇപ്പൊ ഫിഷ് ആണെങ്കിൽ ആ ഫിഷിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. ചെറുനാരങ്ങ. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അല്ലേ? ചെയ്ത് ചെയ്ത് ശീലിക്കുമ്പോൾ നമുക്കത് ആദ്യം ഞാൻ എപ്പോഴും തൈര് ചേർക്കുമായിരുന്നു, പക്ഷെ പിന്നീടാണ് തൈര് ചേർക്കണേക്കാൾ നമ്മളിപ്പോൾ ചിക്കൻ ആയാലും മട്ടൺ ആയാലും അതിന് ആ ഒരു ഫ്ലേവർ കിട്ടാൻ നല്ലത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അതൊരു ടിപ്പാണല്ലോ. ഈ സീ ഫുഡ് ഉണ്ടാക്കുമ്പോൾ തൈരിനെക്കാട്ടിലും ബെറ്റർ ചെറുനാരങ്ങ നീരായിരിക്കും. ഓക്കെ, നടക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം കേട്ടോ. ഇനി ഈ തക്കാളി ഒന്ന് നല്ലപോലെ വെന്തുടഞ്ഞാൽ നമുക്ക് പൊരിച്ച് വെച്ച കൊഞ്ച് ചേർക്കാം കേട്ടോ. നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഈ ഉള്ളി ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്കിതിൽ കുറച്ചിടണം കേട്ടോ. അതിന് ശേഷം ഈ പൊരിച്ച് വെച്ച കൊഞ്ച് ചേർക്കാം. നമുക്ക് മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മളെ കൊഞ്ച് മസാല റെഡി ആയിട്ടോ. ഇനി നമുക്ക് റൈസ് വേവിക്കാനായിട്ടുള്ള പാത്രം വയ്ക്കാം. നെയ്യും കൂടി ഉണ്ടായിരുന്നതും ചേർക്കാം. ഇതിൽ നമുക്ക് ഓൾ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ, കരയാമ്പു ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ കപ്പ് കൊണ്ട് അളന്നത്. അപ്പോൾ ഈ കപ്പ് കൊണ്ട് ഇത് നാളികേരപ്പാലാണ്. അപ്പോൾ 4 കപ്പ് വേണം. അപ്പോൾ ഇത് 1 കപ്പ് നാളികേരപ്പാൽ ഒഴിച്ച് 4 കപ്പ് ഒഴിക്കണം കേട്ടോ. അതിൽ 2 കപ്പ് നാളികേരപ്പാലും 2 കപ്പ് വെള്ളം ഒഴിച്ചാണ്. അപ്പോൾ ബിരിയാണിയുടെ നമ്മൾ റൈസ് റെഡിയാക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഘട്ടമായ ദമ്മിടാം. മസാല ഇട്ടിട്ട് അപ്പോൾ നമ്മളുടെ മൊഞ്ചുള്ള കൊഞ്ച് ബിരിയാണി ഇത് ദമ്മിടാണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് അത് ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ വീണ്ടും വരുന്നു. ഓക്കെ, ഏകദേശം ലാസ്റ്റ് സ്റ്റേജായി. ദമ്മായിക്കൊണ്ടിരിക്കണം. ദമ്മിട്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, ഇല്ല വെച്ചിട്ടില്ല. എല്ലാം സെറ്റിങ്സ് റെഡി. അതെ, ഈത്തപ്പഴം ചെറി. ഓ, ഡിഫറെൻറ്റ്. ഇതെല്ലാം അതിന് വേണ്ടി ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ആ ഒരു പ്രസൻറ്റേഷൻ മോഡൽ. ഓക്കെ, എങ്ങനെ ശരിയായി വരുന്നുണ്ടോ? അല്ല, നമ്മൾ റൈസൊക്കെ ഒത്തു വന്നോ? ഓ, നോ പ്രോബ്ലം. അപ്പോൾ ഇനി ഫൈനൽ ആയിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ മൊഞ്ചുള്ള കൊഞ്ച് ബിരിയാണി റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും റെഡി ആയിരിക്കുന്നു. ബിരിയാണിയുടെ അവരുടെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഓൾ സെറ്റ് ടു ഗോ. വിളിച്ചാലോ? ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം ആരെയാ വിളിക്കണ്ടേ? ഫൗസിയ മുസ്തഫ, ആലപ്പുഴ. അങ്ങനെ നമ്മൾ ഈ സീസൺ ഈ ഒരു കോണ്ടസ്റ്റിന്റെ ഫസ്റ്റ് ബിരിയാണി ടേസ്റ്റിംഗ് ആണ്. ആദ്യം ഫൗസിയയുടെയാണ് കഴിക്കാൻ പോകുന്നത്. ആർ യു ഹാപ്പി, സാറ്റിസ്ഫൈഡ്? എന്താ പറഞ്ഞു? ഈ ഇൻഡക്ഷൻ കുക്കറിൽ ചെയ്ത കാരണം ഒരു ഇച്ചിരി ടെൻഷൻ ഉണ്ട്. ഇൻഡക്ഷൻ ആയതുകൊണ്ട് ടെൻഷൻ ഉണ്ട്. കഴിക്കുമ്പോ അറിയാം. ഇനിയിപ്പോ വഴിയില്ല. ഓക്കെ, ടേസ്റ്റ് ചെയ്താലോ? പ്രോൺസും എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. റൈസിൽ ഞാൻ അതിന്റെ സ്റ്റോക്ക് ഒഴിച്ചിട്ടാണ്, എല്ലാം കൂടി വേവിച്ച സ്റ്റോക്ക് വെച്ചിട്ടാണ് ഞാൻ. ആ ബ്രോത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. This is your fish pickle. അതിന് പ്രത്യേകിച്ച് മാർക്കില്ല, എന്നാലും ഇതിന് വെച്ചു. ഫിഷ് നല്ല സോഫ്റ്റ് ആയിട്ട്. താങ്ക് യു. അത്ര പഠിക്കണ്ട.
നെയ്മീനല്ലേ ഇത്? നെയ്മീൻ. നൈസ് മസാല. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. സിമ്പിൾ സംഭവം. സിമ്പിൾ ആൻഡ് ഓക്കെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. അടുത്ത ആളെ വിളിക്കുന്നു. സനിമോൾ AK. അലങ്കാരങ്ങൾ തന്നെ വളരെ ഗംഭീരമായിട്ട് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് അല്ലേ? പപ്പടം വേറെ എടുത്തോണ്ട് ഒന്നിച്ചെടുക്കാൻ വേണ്ടി അങ്ങനെ സൈഡാക്കി ഇതിപ്പോ ഒരു അതന്നെ ഒരാൾക്ക് കൊടുക്കാനുള്ള പോലെ വിളമ്പി വെച്ചതുപോലെ അല്ലേ? ഓക്കെ, ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഹാപ്പിയാണോ? സാറ്റിസ്ഫൈഡ്? ഓക്കെ. ഇതിപ്പോ എന്ത് റൈസായിരുന്നു? റൈസ് കൈമ റൈസ് എന്ന് പറഞ്ഞ് അവർ തന്നെ ലൂസായിട്ട് മേടിക്കാൻ, പാക്കറ്റ് അല്ല. നല്ല റൈസ് അല്ല നമ്മൾ സാധാരണ വെക്കുന്നത്. ആ റൈസ് അല്ല, അവിടെ നിന്ന് കൊണ്ടുവരാനും പറ്റിയില്ല അല്ലേ? ഇല്ല, കൈമ റൈസ്. കൈമ കുറച്ചും കൂടെ ചെറുതായിരുന്നു. മസാലക്കൂട്ടൊക്കെ നമ്മൾ തന്നെ പൊടിച്ച്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു. ഇനി മൂന്നാമത്തെ ആളെ വിളിക്കാം. ഫാറി റാഫി. അപ്പോൾ കൊച്ചുള്ളിയും സവാള വറുത്തതുമാണ് ഇതിൻ്റെ സ്വാദ്. ഓക്കെ, ലെറ്റ്സ് സീ. ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. ഓ, അടിപൊളിയാണല്ലോ. പ്രസന്റേഷൻ ഈസ് വെരി നൈസ്. മോൾഡിംഗ് നന്നായിട്ടുണ്ട് അല്ലേ? അതെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അച്ചാറ് ഡേറ്റ്സ് ആണോ? ഡേറ്റ്സ്, ചെറി. ഓക്കെ. കിട്ടി. ഡേറ്റ്സ് ആൻഡ് ചെറി. മസാല നമുക്ക് മസാല കിട്ടിയാൽ മതി. വേവ് വേണമെങ്കിൽ നോക്കണേ. നന്നായിട്ട് സോഫ്റ്റാ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, കൊള്ളാം. അത് ഞാൻ മൊഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് തലേമാലും വെച്ചത്. അതിൻ്റെ ഒരു മൊഞ്ച് വരാനായിട്ടല്ലേ? സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട്. മുഞ്ചുള്ള കൊഞ്ചെന്ന് പേര് കൂട്ടാൻ. തലയുമാലും ഇരുന്നോട്ടെ. നൈസ്, ഗുഡ്. ഓക്കെ, താങ്ക് യു. ഫബീന മൻസൂർ. എങ്ങനെയുണ്ട് കിഴി? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഹാപ്പിയാണോ? ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ യു ആർ സാറ്റിസ്ഫൈഡ്? കിഴി കട്ട് ചെയ്യുന്ന യു ഡു നോ ദിസ്. ഇനി കട്ട് ചെയ്ത രീതി എന്തെങ്കിലും ഇതിന്റെ കൂടെ എന്തൊക്കെയാ വെച്ചിരിക്കുന്നത്? സൈഡ് ഡിഷായിട്ട് ഞാൻ പിന്നെ അയക്കൂറ തന്നെ വയൻ്റെ ഇലയിൽ ഒന്ന് പൊള്ളിച്ചു. എക്സ്ട്രാ അയക്കൂറ പൊള്ളിച്ചു. സൈഡായിട്ട് കഴിക്കാൻ. ഇങ്ങനെ തുറന്നാലേ ഒരു മണം വരുള്ളൂ അല്ലേ? ഓക്കെ, ഓക്കെ. ഞങ്ങൾ ടേസ്റ്റ്. ഈ റൈസ് അപ്പോൾ കൊണ്ടുവന്നാണോ? റൈസ് കൈമ റൈസ് കൊണ്ടുവന്നു. അത് തേങ്ങാപ്പാലിലാണ് കുക്ക് ചെയ്തത്. തേങ്ങാപ്പാലിലാണ് വേവിച്ചത്. ആ മീൻ എങ്ങോട്ട് പോയി? മീൻ അടിയിലാണ്, ഏറ്റവും താഴെയാണല്ലേ? അത് പൊതിക്കാത്താണോ? അല്ല, അതിന്റെ മേലെയും കുറച്ച് ഇല വെച്ചിട്ടുണ്ടായിരുന്നു. പൊടിഞ്ഞു കൊണ്ടുപോയി. മസാല എവിടെ? അടിയിലുണ്ട്. രണ്ടും കൂടെ ഒരു മിക്സിംഗ് ഇല്ലല്ലോ അപ്പോൾ? മസാലയും അതിലേക്ക് ആവി അങ്ങോട്ട് കയറി. അതെന്ത് പ്രോസസ്സാണ്?
നമുക്ക് രണ്ടുപേർക്കും കൂടെ ചേർത്ത് ഞാൻ ഇങ്ങനെ ഇതിപ്പോൾ റൈസും കറിയും ഫിഷ് വെച്ച് കഴിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഇത് പുളിയുടെ സംഗതി ഏതാണ്? നാരങ്ങ, ചെറുനാരങ്ങ നീര്. ചെറുനാരങ്ങ നീര് കുറച്ച് കേടേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചെറുനാരങ്ങ നീരാണ് അധികം. അത് കുറച്ച് കയറി നിൽക്കുന്നത്. അതിൽ കുറച്ച് മസാലയിൽ മുരിങ്ങയിലൊക്കെ ആഡ് ചെയ്തു. ഇതെന്താണ് സൈഡിൽ? അത് സൈഡിലാണ് സൈഡ് ഡിഷായിട്ട് കൊടുത്ത ഫിഷിനെ ഒന്ന് പൊള്ളിച്ച് വെച്ചിരിക്കുന്നു. അതെ അതെ. പിന്നെ അവിടെയുള്ള ഒരു പുളിൻ്റെ ഒരു അച്ചാറ് പോലത്തെ ഉണ്ട്. അതും ഉണ്ടാക്കിയതാണോ? ആ അല്ല, ഞാൻ ഇതാണ് പുളിയുടെ അച്ചാറ്. മുളക്, ആ മുളകിൻ്റെ. ആ ഫിഷിനൊരു ഫിഷി ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, എനിക്ക് ആ പുളി ഇഷ്ടമായി കേട്ടോ. പുളി കൊള്ളാം. പുളിയുടെ സാധനമില്ലേ, ദാറ്റ്സ് നൈസ്. പുളിയും മുളകും നൈസ്, ഗുഡ്, താങ്ക് യു. അപ്പോൾ എല്ലാവരുടെയും സ്വാദ് നോക്കി കഴിഞ്ഞു. ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ കൃഷ്ണ, സെറ്റ്. ഇനിയാണ് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്. ഞങ്ങളുടെ ജഡ്ജ്മെന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമൊന്നും ഉണ്ടാവരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു. യെസ്, സ്പോർട്സ് മാൻ സ്പിരിറ്റ്, വിന്നിങ് ഈസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇതിൽ ചില ദിവസത്തെ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കാം, എന്താണെന്ന് പറയാൻ പറ്റില്ല. ചെറിയ ചെറിയ മൈനർ സ്മോൾ ഡിഫറൻസസ്. ആദ്യം വിളിക്കാം അല്ലേ? രണ്ടുപേരാണ് സെലക്ടഡ് ആകുന്നത്. അടുത്ത രണ്ട് സെലക്ടഡ് പേരുകൾ വിളിക്കാം. യെസ്, അതിൽ വലിയ സസ്പെൻസ് ഒന്നും വേണമെന്നില്ല അല്ലേ? ഒന്നുമില്ല. ഓക്കെ, ആദ്യത്തെ പേര് ചോദിച്ചോ. 1, 2 എന്നുള്ള കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് അങ്ങനെയല്ല. ഇതിൽ നിന്ന് എടുത്ത രണ്ടാൾക്കാർ ആ ഒരു ഓർഡറിലൊക്കെ പറയുന്നേ ഉള്ളൂ. 1 is ഫൗസിയ മുസ്തഫ. അടുത്ത റൗണ്ടിലേക്ക് ഇതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഒരുപാട് സന്തോഷം. കിടക്കുന്നേ ഉള്ളൂ. ദിസ് ഈസ് എ പ്രിലിമിനറി റൗണ്ട്. ഓക്കെ, സന്തോഷം. ഇനിയും കാണാം, അടുത്ത റൗണ്ടിൽ കാണാം. ഓക്കെ, ഇനി രണ്ടാമത്തേത് ഒരാളും കൂടി ഉണ്ട്. ഓക്കെ, ഫാരി റാഫി, ട്രിവാൻഡ്രം. യെസ്, സോ യു ആർ സെലക്ടഡ് ടു ദ നെക്സ്റ്റ് റൗണ്ട്. നന്നായിട്ട് പെർഫോം ചെയ്യണം, കുറേ കടമ്പകൾ കടക്കാനുണ്ട്. ആൻഡ് നിങ്ങളുടെ രണ്ടുപേരുടെയും നല്ലതായിരുന്നു. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ സച്ച് ഞാൻ പറഞ്ഞിരുന്നു സംസാരിച്ചപ്പോൾ തന്നെ. ആ റൈസിൻ്റെ ഒരു ക്വാളിറ്റി ഡിഫറൻസ്, പിന്നെ പ്രസൻറ്റേഷൻ്റെ കുറച്ചൊരു വലിയ സംഭവമൊന്നും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടി, എന്നാലും ഒരു കുറച്ചുകൂടിയൊക്കെ ഒന്ന് ബെറ്റർ ആക്കാം. ഫബീന എഫേർട്ട് ധാരാളമായിട്ട് എടുത്തിട്ടുണ്ട്, പക്ഷേ ചില സംഗതികൾ നമ്മൾ ചിലപ്പോൾ ഓവർഡു ചെയ്ത് പോയി പോലെ ആയിപ്പോയി. കാരണം ഇത്ര എഫേർട്ട് ആക്ച്വലി നമ്മൾ ആ ബിരിയാണി തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. സീ ഫുഡ് എവിടെയാണ് അത് എടുത്ത് നമ്മൾ അത് ഞങ്ങൾക്ക് ആദ്യം സൂചിപ്പിച്ചില്ല. മാത്രമല്ല അങ്ങനെ ഒരു ദമ്മിടലല്ല, ഇപ്പൊ അത് ഇലയില് എല്ലാം മൊത്തം കിഴിയായിട്ടാണല്ലോ ഇട്ടത്. ആണ്. അപ്പൊ അതിന്റെ അടിയിലെ മസാലയും മേലെ. അതെ, ആ മസാല പുറത്ത് വന്നില്ലല്ലോ, അത് ഇലക്കകത്തല്ലായിരുന്നു. കിഴി ബിരിയാണി ഞാൻ കഴിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. അതെല്ലാം എൻ്റെ മിക്സ് ആയിട്ട് ഒറ്റ കിഴിയിലാണ് വരുന്നത്. അതായത് ആ മസാല വിത്ത് ഫിഷ്, അതിന്റെ മേലെ റൈസ്, എന്നിട്ടൊരു കിഴി, അങ്ങനെയാണല്ലോ വരുന്നത്. ഇത് ആ കിഴിക്കകത്ത് മറ്റൊരു പൊതിയായിട്ട് നമ്മൾ പൊതിഞ്ഞ് വെച്ചിരിക്കുകയായിരുന്നു ഫിഷും മസാലയും. അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടിട്ട് കിഴി കെട്ടി. അപ്പോൾ ആ ഫ്ലേവർ കറക്റ്റ് ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. എനിവേ അത് കുഴപ്പമില്ല. യു ഹാവ് ടേക്കൺ ദ എഫേർട്ട്. നല്ലത് തന്നെയായിരുന്നു. അതിന് സെപ്പറേറ്റ് ആയിട്ട്, പക്ഷേ നമുക്കൊരു നെയ്ച്ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു കോക്കനട്ട് റൈസിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് മീൻ മസാലയൊക്കെ വെച്ച് കഴിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ഒരു ബിരിയാണി, കിഴി ബിരിയാണിയുടെ ആ ഒരു ഫുൾ എഫേർട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. ആ വിചാരിച്ച സാധനം ഞങ്ങൾക്ക് കിട്ടിയില്ല. സോറി ഫോർ ദാറ്റ്. അങ്ങനെ വിചാരിക്കേണ്ട, നല്ല എഫേർട്ട് തന്നെയായിരുന്നു. ഓക്കെ, എന്തായാലും നന്നായിട്ടുണ്ട്. വെരി നൈസ്, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകുന്ന രണ്ട് ആളുകളും റെഡി ആയിരുന്നോളൂ. നിങ്ങളോടൊപ്പം മത്സരിക്കാൻ വേറെ കുറേ പുലികൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഈ റൗണ്ടിൽ നിന്നും
പുറത്തോട്ട് പോകുന്നവർക്ക് 2 ചെറിയ സമ്മാനങ്ങളുണ്ട്. അതായത് മിൽമയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ്. പിന്നെ ഫിറയുടെ തന്നെ ഇന്ത്യൻ ബാസ്മതി റൈസ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. വളരെ മനോഹരമായൊരു എപ്പിസോഡായിരുന്നു. നിങ്ങൾ ഇവരുടെ എല്ലാം നല്ല നല്ല ബിരിയാണി റെസിപ്പീസാണ് കണ്ടത്. വളരെ ഭംഗിയുള്ളതും നല്ല വൃത്തിയായി ചെയ്തതും ഏറ്റവും ഇന്നോവേറ്റീവായിട്ടൊക്കെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാം നിങ്ങളുടേതായ സ്റ്റൈലിൽ. അപ്പോൾ സന്തോഷം അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. റൗണ്ട്സ് ഒന്നും, ഇത് ഫസ്റ്റ്, അതായത് പ്രിലിമിനറി റൗണ്ട്സിൻ്റെ ഫസ്റ്റ് ബാച്ചിൻ്റെ കുക്കിംഗ് ആണ് ഇപ്പോൾ. ഇനി അടുത്ത സെക്കൻഡ് ബാച്ചിൻ്റെ ആയിരിക്കും കാണാൻ പോകുന്നത് അടുത്ത ദിവസം. അതുവരെ ബിരിയാണി ക്യൂൺ സീഫുഡ് പാർട്ണർ ഫിൻമാർട്ട് ആൻഡ് ഡെൽഫിഷ് ട്രിവാൻഡ്രം. The gift hamper sponsored by Milma. Dr. Lakshmi Nayer's Ornaments Courtesy. ആഭരണം ബയാനുരാധ നായർ, ഈസ്റ്റ് ഫോർട്ട്, ട്രിവാൻഡ്രം.